ലക്കി ഫാമിലിയിലെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് പറ. ഹാപ്പി ക്രിസ്മസ്, അഡ്വാൻസ് ഹാപ്പി ക്രിസ്മസ് എല്ലാവർക്കും പറ. ഇതെങ്കിലും പറഞ്ഞല്ല മക്കള് പറ. അപ്പം ഇന്ന് മക്കളെ അച്ഛനെ വിളിക്കാൻ ഞാനും അച്ഛനെല്ലാം പോണെന്ന്. ഇന്ന് പ്ലെയിൻ ആണെന്ന് പറ. അച്ഛനെ കാണാം, അച്ഛൻ വന്ന് വാവയെ കാണും അല്ലേ? പോവാമോ അച്ഛനെ വിളിക്കാൻ നമുക്ക്? അപ്പൊ ഞാൻ ഇന്ന് ചേട്ടനെ വിളിക്കാൻ വേണ്ടി പോവുകയാണ്. ചേട്ടന് വേണ്ടി വെയിറ്റ് ചെയ്താ ചേച്ചിയൊക്കെ ഇരിക്കുകയാണ്. അതിനേക്കാളും വെയിറ്റ് ചെയ്ത് വാവ കുട്ടത് അവിടെ ഉറങ്ങുകയാണ്. അപ്പോൾ ഞാനും അച്ഛനും ആണിന്ന് പോകുന്നത് ചേട്ടനെ വിളിക്കാൻ വേണ്ടി. അപ്പോൾ ഇവിടുന്ന് ഇറങ്ങാൻ പോവുകയാണ്. അമ്മയ്ക്ക് ഇരിക്കുന്നുണ്ട്. പോവാൻ നിൽക്കി. അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് കാണാൻ പറയാം എല്ലാവർക്കും. അത് അമ്മയ്ക്ക് ബൈയോട് വന്നിട്ട് കാണാന്ന് പറ. അപ്പൊ ഇനി അവിടെ പോയിട്ട് ബാക്കി വിശേഷം കിട്ടും. മക്കള് പറ അച്ഛനെ പോയി വിളിച്ചിട്ട് പറഞ്ഞ. ലക്കി അച്ഛനെ പോയി വിളിച്ചിട്ട് പറഞ്ഞു. ചാറ്റോട് അച്ഛനെ വിളിച്ചിട്ട് പറഞ്ഞു. അങ്ങനെ നമ്മൾ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്. ചേട്ടന് വേണ്ടി വെയിറ്റിങ്. ലക്കി ആരെ കാണാൻ വന്ന ലക്കി? ഇപ്പൊ വരുമോ? ബാ അച്ഛനെ കാണാൻ പോവാ നമുക്ക്. അച്ഛ വന്നാ? വന്നാ? ഇപ്പൊ വരും അച്ഛ. ഇപ്പൊ വരുമല്ല. കൊടുത്തും പോയല്ലോ ഞാൻ പറഞ്ഞ. അച്ഛ വന്നു. ചേട്ടനെ വിളിച്ചതാ തിരിച്ച് വീട്ടിലോട്ട് ഇനി പോവുകയാണ്. ഇവിടുന്ന് ഇനി ഒരു പൊടിച്ചുകൊണ്ടല്ലേ വീട്ടില്. ഇനി അടുത്ത അവളെ ഇനി മീറ്റ് ചെയ്യാൻ വേണ്ടി ചേട്ടൻ പോവുകയാണ്. ഇനി ഇന്നലെ നമുക്ക് ബാക്കി വിശേഷങ്ങൾ വീട്ടിലെത്തിയിട്ട്. ക്രിസ്മസ് ഫംഗ്ഷൻ ആയതുകൊണ്ട് ക്രിസ്മസ് അപ്പൂപ്പൻ്റെ ഡ്രസ്സ് വാങ്ങാൻ വേണ്ടി നമ്മളവിടെ ഇറങ്ങി. ലക്കി എവിടെ നിന്ന് പോകണം ലക്കി? എന്തോന്ന് ലക്കി? ഷീറ്റിടാ തല കുഞ്ഞു വേണം. ആ ഡ്രസ്സ് വാങ്ങാം. ഡ്രസ്സ് വാങ്ങാൻ പോണേ ലക്കിക്ക്. ആ ഡ്രസ്സ് വേണം ലക്കി. ഇത് മതിയോ? ചുവപ്പ് മതിയാ? പൂവുണ്ട് അങ്ങോട്ട്. ഇങ്ങോട്ടോ അതുകൊണ്ടാ. കടയിലൊന്ന് അലിമ്പുതാ ലക്കി. മക്കളേക്ക് ഇരുന്ന് ഓട്ടിക്കാനാ അത്രയും വലിയ JCB. പോവാം. അത് കണ്ട ഇതില്ലേ കൊള്ളാവുന്നേ? JCB എന്താ ഈ JCB കൊള്ളൂല്ലേ? കയ്യൊക്കെ ഒടിച്ചു നോക്കണം എങ്ങനെ ഒടിയുമെന്ന്. മതി അവിടെ എടുക്ക്. വേണമെങ്കിൽ വാങ്ങിക്കോ. കൊണ്ടോ? വേണ്ടേ? വേറെയാ? ലോറി മതിയാ? അത് ചെറിയ ലോറി അല്ലല്ലോ അത്. ലക്കി ഇരുന്നിട്ട് ഇറക്കം വാക്കോട്ട് പോവാൻ വേണ്ടി. ഇത് മതിയാ മക്കൾക്ക്? ഇത് മതിയാ? ഇതാകുമ്പോ ലോറി മതിയാ?
എങ്കിൽ വാ പോവാ. വണ്ടി വെച്ചിട്ട് JCB എടുത്തോണ്ട് വന്നു. ഇനി നമ്മൾ ഇവിടെ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി ഫുഡ് കഴിച്ചിട്ട് വേണം ഇനി വീട്ടിൽ പോയി. വയറൊക്കെ നന്നായിട്ട് വിശക്കുന്നു. ചേട്ടനും നല്ല വിശപ്പെന്ന് പറഞ്ഞു. ലക്കി 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 ഞാൻ എന്തിനു കുഞ്ഞാന്ന് തോന്നി. എന്റെ തല വെട്ടൂലേ എന്തായാലും. ബോഡി ഷേമിങ് ചെയ്യുന്നോ? എന്നെ ബോഡി ഷേമിങ് ചെയ്യുന്നോളോ? അപ്പൂസ ചൂടാ അപ്പൂസ, നീ നിന്നെ ബോഡി ഷേം ചെയ്യണ? പൊക്കം ഇല്ലെന്ന് പറഞ്ഞ് എന്നെ കളിയാക്കുന്നില്ലടാ നീ. ഇപ്പോഴത്തെ സമൂഹമേ ഇതാണ്, ബോഡി ഷേമിങ്. ഇത്ര നേരം അച്ഛൻ കാത്തിരുന്നിട്ടുണ്ട്. അച്ഛൻ അവിടെ പോയി വിശ്രമിക്കാൻ തുടങ്ങി. ലെറ്റ്സ് ഗോ ഗൈസ്, ലെറ്റ്സ് ഗോ. ഇനി പോവാ. ഒരാളും കൂടെ ഉണ്ട്. ലക്കി 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 വേണ്ട ഇനി വാ. ലക്കിയും ലക്കിയുടെ അച്ഛനും ഒരേപോലെ. ലക്കി ഓടിയാ, ലക്കി സ്റ്റീൽ ബോഡിയാണ്, രണ്ടും ഓടിയാ. അച്ഛനെ ഓടിയത് കെട്ടിപ്പിടി. ലക്കി ലക്കി അച്ഛൻ ഓടിയത് കെട്ടിപ്പിടി. ഉണ്ണീരെ കുറുക്കിലെ ഓരോ എല്ല് നമുക്ക് എണ്ണി എടുക്കാം കേട്ടോ അമ്മ. അമ്മ ചോദിച്ചു പട്ടിണി കിടന്ന. സ്റ്റീൽ ബോഡിയുള്ള ചേട്ടൻ, രണ്ടൊരു ഇരട്ട. ചേട്ടാ നീ ഇപ്പോഴത്തെ മസിനായിട ഇങ്ങനെ തിരിഞ്ഞ്. ഡേ ഓ ഇതെന്താ ഇത്? ജിമ്മായി ഏട്ടാ ചേട്ടാ 2 മാസം കൊണ്ട്. ഇതാക്കിയതമ്മ. അമ്മ ലക്കി എടുത്ത് മാറ്റമ്മ. വിളിച്ചിട്ട് എന്താ പാചകം തുടങ്ങി. ലക്കി ഉണ്ണിയാ? ഇത് എണ്ണ ഒഴിക്കണല്ലോ അമ്മ. തുണി എടുത്ത് തുടച്ചു വിടാം. മുകളിലിരിക്കുന്നേ തുടച്ചു കൊടുത്താൽ തീ കുറച്ച് കഴിയും. മക്കളെ എന്ത് നോക്കണത്? അച്ഛൻ മുട്ട ഉണ്ടാക്കി തന്ന മക്കളെ. ഇതാ മക്കളെ തിന്നണല്ലേ? മുട്ട പൊരിക്കണല്ലോ മക്കൾക്ക്. മക്കൾക്ക് വാരിത്തരഞ്ഞ ആര് വേണം? ആര് വേണം ലക്കിക്ക്? ചേട്ടൻ ചോറൊക്കെ കഴിച്ചതാ. ചേട്ടൻ കിടന്ന് ഇനി ഇന്നലെ ഞാനും കിടക്കാൻ പോകുന്ന ടൈം ഇപ്പം തന്നെ 11 മണിയായി. ഇനി ബാക്കി വിശേഷങ്ങൾ രാവിലെ ഉണ്ട്. കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ പറയാനുണ്ട്. അതിനുവേണ്ടി ബൈ. പകലൊന്നുമില്ലാതെ
വേറെ ഒന്നുമില്ല, നിനക്ക് അത് വേണോ തിന്നെ? വെള്ളമൊന്നുമില്ല. എന്തോന്ന് നൂല് കെട്ടട്ടാ? അമ്മ നൂലും കെട്ടണ്ട, ഒന്നും കെട്ടണ്ട. അമ്മ നോക്കിക്കൊണ്ടിരുന്നാ മതി കേട്ടാ അമ്മ. ഒന്നും ചെയ്യണ്ട അമ്മ. അമ്മയ്ക്കുള്ള ജോലി വാവ ഇന്നതുപോലെ എടുത്തോണ്ട് നടക്കുക, അതുപോലെയുള്ള ജോലി ചെയ്താൽ മതി കേട്ടാ. നിന്റെ ഹെയർ സ്റ്റൈൽ കാണട്ടെ ഉണ്ണി. ഡിമാൻഡ് ഒക്കെ കേട്ടോ ലക്കിക്ക്. ഒരാളെ കിടത്തിയതാ, ഒരാളത് ഉറക്കം. ഭയങ്കര സന്തോഷത്തിലാണ്. അപ്പം ചേട്ടനൊക്കെ വന്നിട്ടുണ്ട് ലീവിന്. ക്രിസ്മസിന് എന്തായാലും അടിച്ച് പൊളിക്കണം എന്നൊക്കെയാണ് പ്ലാന്. അപ്പം ചേട്ടനൊന്ന് വൃത്തിയാക്കണം, മുടിയൊക്കെ ഒന്ന് വെട്ടി. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ മുടി വെട്ടി ഇടയിലൊന്ന് പോവുകയാണ്. അപ്പോൾ നിങ്ങൾ ബാക്കി വിശേഷങ്ങളുള്ള വീഡിയോസ് എല്ലാം ഇനി വരുന്നതായിരിക്കും തുടരെ. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. മറ്റൊരു വീഡിയോ വരുന്നതായിരിക്കും. ബൈ.